ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളകാപ്പിന് വേണ്ടി കുറച്ച് ഐറ്റംസ് വാങ്ങാൻ വേണ്ടി ബ്രോഡ്വേയിൽ പോവാണ്. കുറച്ച് ദിവസമായി പോകണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വാങ്ങിയില്ലെങ്കിൽ അടുത്ത ദിവസം വളകാപ്പാണ്. അപ്പോൾ പിന്നെ നടക്കില്ല. അങ്ങനെ ഞാൻ റെഡിയായി ഇറങ്ങി. വിച്ചുവും അഞ്ചമ്മയും കൂടിയാണ് കേട്ടോ വന്നത്. ഞങ്ങളിതൊന്ന് പെരുന്നാളിൻ്റെ എന്നാണ് പോയത്. അപ്പോൾ ബ്രോഡ്വേയിൽ ചെല്ലണം, സാധനങ്ങൾ വാങ്ങണം, തിരിച്ചു പോകണം. ഇതാണ് പ്ലാൻ. അങ്ങനെ ഇന്നലെ സിനിമാ തിയേറ്ററിൽ നിന്നും കളഞ്ഞു പോയി എൻ്റെ കണ്ണാപ്പിനെ എനിക്ക് തിരിച്ച് കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. ഭയങ്കര വിഷമമായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടി. പിന്നെ ഞാൻ വിളിച്ച് വരുത്തിയതാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ബ്രോഡ്വേയിലോട്ട് പോയി. ആദ്യം ഞങ്ങൾ നോക്കിയത് ഡെക്കറേഷൻ ഐറ്റംസാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് രണ്ടും കൂടി നിന്ന് ഇത് നിങ്ങൾ അടുപ്പിച്ച് നിർത്താൻ പറ്റില്ല ഗൈസ്. അങ്ങനെ അത് വാങ്ങാനായിട്ട് ഓരോ കടകൾ തെണ്ടി നടക്കുമ്പോൾ കണ്ണപ്പൻ നൈസായിട്ട് വിച്ചുവിനെ സോപ്പിട്ട് ഒരു ടോയ് വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ എനിക്കിത് ഈ സാധനം വേണ്ടേ, താമരമുട്ടടി കിടക്കുന്ന സാധനം. അങ്ങനെ ഓരോ കടയിൽ കയറി ഇറങ്ങി അവസാനം വാങ്ങി. പിന്നെയും 1-2 കടയിൽ കയറി. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ദാഹിച്ചു. കൊണ്ടുവന്ന വെള്ളം കാറിലിരിക്കുന്നു. കുറച്ച് ദാഹജലം അന്വേഷിച്ച് ഞങ്ങൾ ഒരു കടയിൽ ചെന്ന് കയറി. മറൈൻ ഡ്രൈവിലോട്ടാണ് പോയത്. അങ്ങനെ 5 കൃതിയായ ഫോൺ വിളിയിൽ ഇവിടെ ഒരാൾ ഫോണിൽ കളിയിലുമായിട്ടിരിക്കുകയാണ്. അങ്ങനെ വെള്ളം കുടിക്കാൻ ചെന്ന് ഞങ്ങൾ അവിടെ ചെന്ന് പെട്ടെന്ന് പ്ലാൻ മാറ്റി. ഞങ്ങൾക്ക് ഷെയ്ക്ക് മതിയെന്നായി. വിച്ചു അങ്ങനെ എന്തോ ഒരു ജ്യൂസും ഞങ്ങൾക്ക് 3 പേർക്കും ഷെയ്ക്കാണ് പറഞ്ഞത്. ഷെയ്ക്ക് കുറ്റം പറയരുതല്ലോ, അത്യാവശ്യം നല്ല രീതിക്ക് മധുരം ഉണ്ടായിരുന്നു. ആ മധുരം കഴിച്ചിട്ട് കണ്ണൂന് തലക്ക് മത്തായിട്ട് കൊച്ച് പിന്നെ മിണ്ടണമില്ല, പറയണമില്ല, നടക്കണമില്ല. അതേ കള്ളുടിയന്മാരെ അടക്കണമല്ലോ അടക്കിയിരുന്നു. പിന്നെ ഞാൻ കാറിൽ ചെന്ന് നന്നായിട്ട് വെള്ളം കുടിപ്പിച്ച ശേഷമാണ് അവനൊന്ന് ഓണായത്. പിന്നെയും 1-2 സ്ഥലങ്ങളിൽ പോയിട്ട് രാത്രിയായി ഞങ്ങൾ തിരിച്ച് കുടുംബത്തിൽ കയറിയപ്പോൾ.